ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഭർത്താക്കന്മാരുമായിട്ട് സന്തോഷത്തോടുകൂടി ഇനിയുള്ള കാലം ജീവിച്ച് സമ്പൽ സമൃദ്ധമായി സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടുന്ന ഒരു വ്രതത്തെക്കുറിച്ചാണ്. ഈ വ്രതം വിധിയാവണ്ണമെടുത്ത് അർദ്ധനാരീശ്വരന്മാരായ ഉമാമഹേശ്വരന്മാരോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാരുമായിട്ട് നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറി അവരുടെ ഹൃദയത്തിൽ നമ്മൾ മാത്രം ഇടം പിടിച്ച് മുന്നോട്ടുള്ള ജീവിതം സന്തോഷകരമാവാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ആ വ്രതം എങ്ങനെ എടുക്കണം എന്നൊക്കെ നോക്കാം. എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ഭഗവാൻ മഹാദേവനെ സ്വന്തമാക്കാൻ പാർവതീദേവി എടുത്ത തപസ്സിനെ കുറിച്ച്. അതിലും വലിയ തപസ്സൊന്നും ഈ ഭൂമിയിൽ ഒരാളും എടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത്രമാത്രം കഠിനമായ തപത്തിലൂടെയാണ് പാർവതീദേവി മഹാദേവനെ സ്വന്തമാക്കിയത്. അതായത് സതിയുടെ വിയോഗത്തിന് ശേഷം ഭഗവാൻ വിരക്തനായി ജീവിച്ചിരുന്ന സമയത്ത് പാർവതിയായി അവതരിച്ച് മഹാദേവനെ സ്വന്തമാക്കാനെടുത്ത തപം അതിനെയാണ് ആടി തപസ് എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ച, അതായത് 2026 ജൂലൈ 28 ഈ പ്രാവശ്യത്തെ ആടി തപസ് വരുന്നത്. പൗർണമിയോട് കൂടി ചേർന്നാണ് ആടി തപസ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വ്രതം അന്നത്തെ ദിവസമെടുത്ത് ഉമാമഹേശ്വരന്മാരെ വിധിയാവണ്ണം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും. അതുമാത്രവുമല്ല, ഹരിയും ഹരനും മഹാദേവനും മഹാവിഷ്ണുവും ഒന്നാണ് എന്നുള്ള തത്വം കൂടിയിട്ടാണ് ആടി തപസ് വ്രതത്തിൻ്റെ പിന്നിലെ മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത്. അതായത് തമിഴ്നാട്ടിലുള്ള ശങ്കര നാരായണൻ ക്ഷേത്രത്തിൽ വളരെയധികം ആഡംബരമായിട്ട് ആഘോഷിക്കുന്ന ഒന്നാണ് ആടി തപസ്. അവിടെ ചൊവ്വാഴ്ച, അതായത് ജൂലൈ 28 ആടി തപസ് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ദിവസം, പ്രത്യേകിച്ച് കർക്കിടകത്തിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയും കൂടി ആയതുകൊണ്ട് അന്ന് വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. ഭാര്യാഭർത്താക്കന്മാർ സന്തോഷമായി ജീവിക്കാൻ, ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ, ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു രീതിയിലുമുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയാണെങ്കിലും അതൊക്കെ മാറി ഐക്യമുണ്ടാവാൻ, ഒരുമയുണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വ്രതം എടുക്കാവുന്നതാണ്. ഉമയും ശിവനും ഒന്നാണെന്ന് തെളിയിക്കുന്ന അർദ്ധനാരീശ്വര രൂപസങ്കല്പം പോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവാൻ നമ്മളെ സഹായിക്കും. നമുക്ക് എല്ലാവർക്കുമുള്ള ആഗ്രഹം എന്താണ്? നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരുടെ മനസ്സിൽ നമ്മൾ മാത്രമായിരിക്കണം മുൻപന്തിയിൽ ഉണ്ടാവേണ്ടതെന്നുള്ള ചിന്ത. നമ്മളെക്കാൾ കവിഞ്ഞവർ മറ്റാരെയും സ്നേഹിക്കരുതെന്നുള്ള ഒരു സ്വാർത്ഥതയും നമ്മുടെയൊക്കെ ഉള്ളിനുള്ളിലുണ്ടാവും. എപ്പോഴും അവരുടെ ഉള്ളിൽ നമ്മളോടുള്ള സ്നേഹം ഇങ്ങനെ ജ്വലിച്ച് നിൽക്കണമെന്നുള്ള ആഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആടി തപസ്, അതായത് കർക്കിടകത്തിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ച വ്രതമെടുക്കാവുന്നതാണ്. എത്ര വലിയ അകൽച്ചയാണെങ്കിലും, എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നമുണ്ടെങ്കിലും, ഇനിയിപ്പോൾ ഡിവോഴ്സാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ പോലും ഈ ഒരു വ്രതം എടുത്താൽ അത് മാറിക്കിട്ടുന്നതാണ്. നമ്മുടെ ഭർത്താവുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. കർക്കിടകമാസം തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, ചന്ദ്രഭഗവാനും ഗുരുഭഗവാനും ഉച്ചമടയുന്ന മാസമാണ് ഈ ഒരു കർക്കിടകം എന്ന് പറയുന്നത്. ചന്ദ്രഭഗവാൻ ഉച്ചമടയുന്ന കർക്കിടകത്തിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്കതിൻ്റെ ഫലമെന്ന് പറയുന്നത് രാജ്ഞിയെപ്പോലെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പൂയം നക്ഷത്രം ഉച്ചമടയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു പ്രാർത്ഥനകളും നമുക്ക് ഫലിച്ചു കിട്ടും. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുചന്ദ്ര യോഗമാണ് ഉണ്ടാവുന്നത്. ഈ ഒരു ഗുരുചന്ദ്ര യോഗം അതിൻ്റെ പൂർണ്ണമായ ഫലത്തോടുകൂടി നമുക്ക് ലഭിക്കുന്നത് പൗർണമി വരുന്ന സമയത്തും കൂടിയിട്ടാണ്. അപ്പം ആടി തപസ്സും പൗർണമിയും ഈ പ്രാവശ്യം ഒന്നിച്ചു വന്നിരിക്കുന്നു. ഈ പ്രാവശ്യം ആക്ച്വലി പൗർണമി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് ജൂലൈ 28 ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് 6:51 ശേഷമാണ്. അതുകൊണ്ട് തന്നെ പകൽ മുഴുവൻ നമുക്ക് വ്രതമെടുത്തിട്ട് സന്ധ്യയ്ക്ക് വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യാനായിട്ട്. അതായത് പുനർജന്മത്തിലെ ചില കർമ്മദോഷങ്ങൾ കൊണ്ട് ഈ ജന്മത്തിലെ ഭാര്യാഭർത്തൃബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാത്തവർ ഉണ്ടാവും. അതേപോലെ ജാതകത്തിൽ ചൊവ്വ ശനി അല്ലെങ്കിൽ ചൊവ്വ കേതു ഇതിൻ്റെ ഇടപെടൽ മൂലം ദാമ്പത്യബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാത്തവർ ഉണ്ടാവും.
അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു വരപ്രസാദമാണ് ആടി തപസ് എന്ന് പറയുന്നത്. അതുമാത്രവുമല്ല, വിവാഹം എത്ര നോക്കിയിട്ടും നടക്കാത്തവർ, അതേപോലെ പല്ലിൽ പ്രശ്നങ്ങളുള്ളവർ, പല്ലിൽ എപ്പോഴും കേടുവരിക, പല്ലെടുത്തു മാറ്റുക, വെപ്പ് പല്ല് വെക്കേണ്ട വരിക, പല്ല് പൊങ്ങിയിട്ടുള്ളവർ, അതേപോലെ നമ്മുടെ പിരികത്തിൽ രോമമില്ലാത്തവർ, ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടില്ലേ, പിരികത്തിൽ അവർക്ക് മുടി ഉണ്ടാവില്ല, ചിലർക്ക് നല്ല കട്ടിപ്പിരികമായിരിക്കും, ചിലർക്ക് പിരികം കാണില്ല. അങ്ങനെയൊക്കെ ഉള്ളവരുടെ കുടുംബജീവിതം അത്ര മെച്ചമായിരിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരൊക്കെ ഈ വ്രതം എടുക്കണം. വ്രതം എടുക്കുന്നവർ 28-ാം തീയതി ചൊവ്വാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് നമ്മുടെ വീട്ടിലെ അർദ്ധനാരീശ്വര ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുൻപിലോ, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ശിവപാർവതി കുടുംബ ഫോട്ടോയ്ക്ക് മുൻപിലോ നെയ്ദീപം കൊളുത്തി വെക്കണം. കൂവളത്തിലെ മാലകളും അതേപോലെ തന്നെ മുല്ലപ്പൂവും എല്ലാം കൂടെ ഇഴപിരിച്ച് മാലയാക്കി കോർത്ത് ഫോട്ടോയ്ക്ക് ചാർത്തുന്നത് വളരെ നല്ലതാണ്. അന്നത്തെ ദിവസം നമ്മൾക്ക് ജലം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജലം മാത്രം കുടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഉപവസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അല്ലാത്തവർ ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി 2 നേരം ഫുഡ് കഴിച്ചോളൂ. കഴിയുന്നത്ര ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക. നമ്മുടെ കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകണം. അന്നത്തെ ദിവസം വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും, അതേപോലെ തന്നെ മഹാദേവന് കൂവളത്തില സമർപ്പിക്കുന്നതും, ദേവിക്ക് മുല്ലപ്പൂക്കൾ സമർപ്പിക്കുന്നതും, അതേപോലെ തന്നെ മഞ്ഞപ്പെട്ട്, വെള്ളപ്പെട്ട്, നീലപ്പെട്ട് ഇവയൊക്കെ സമർപ്പിക്കുന്നതും, കുങ്കുമവും ഭസ്മവും സമർപ്പിക്കുന്നതും ഒക്കെ നല്ലതാണ്. പിന്നെ പൂജയായിട്ട് ചെയ്യുന്നത് നമ്മൾ അന്ന് സന്ധ്യയ്ക്ക് 7 മണിക്ക് ശേഷം വേണം ചെയ്യാൻ. അപ്പോൾ ചിലർക്ക് വീട്ടിൽ പൂജയൊന്നും ചെയ്യാൻ സമ്മതിക്കാത്തവരുണ്ടാകും, അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ടാകും. അവർ പൂജ ചെയ്യണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ വ്രതമെടുക്കുക, വീടിനടുത്തുള്ള ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ദേവിക്കും മഹാദേവനും വാങ്ങിച്ചു കൊടുക്കുക, അവരുടെ അനുഗ്രഹം മേടിക്കുക. അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. അതിനോടൊപ്പം ഞാൻ ഈ പറയുന്ന പൂജയും കൂടി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് 100% വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കുകയും ചെയ്യും. പൗർണമിയും കൂടി വരുന്ന സമയത്ത് നമ്മളിത് ചെയ്തെങ്കിലേ ഗുരുചന്ദ്ര യോഗം ലഭിച്ച് നമ്മുടെ കുടുംബജീവിതം നന്നാവുകയുള്ളൂ. ഈ ഒരു വ്രതം എടുക്കുന്നവരൊക്കെ ഈ ഒരു വഴിപാടും കൂടെ വീട്ടിൽ ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യം വീട്ടിൽ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളവർ ഞാൻ പറഞ്ഞതുപോലെ അടുത്തുള്ള ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചാലും മതിയാവും. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിയുന്നത്ര ഓം ഹ്രീം നമ എന്നുള്ള മന്ത്രം, അത് ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും വീട്ടിൽ ഞാൻ ഈ പറയുന്ന വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും ഈ ഓം ഹ്രീം നമ എന്നുള്ള മന്ത്രം കഴിയുന്നത്ര അന്നത്തെ ദിവസം ജപിക്കുക. ഉമാമഹേശ്വരന്മാരെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആടിത്തപസ്സിന് വ്രതമെടുത്ത് ഈ ഒരു കാര്യം ചെയ്യുന്നതെന്നുള്ളത് ഓർമ്മയിൽ വെക്കണം. 7 മണിക്ക് ശേഷമാണിത് ചെയ്യുന്നത്. 7 മണിക്ക് ശേഷം ചെയ്യുന്നതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, ആകാശത്ത് പൂർണ്ണചന്ദ്രൻ വന്നതിന് ശേഷം ആ ഒരു പൗർണമി തിഥിയിൽ നമ്മളിത് ചെയ്തു കഴിയുമ്പം അതിന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കും. അതായത് പൂർണ്ണചന്ദ്രനെ വീട്ടിൽ വരുത്തിയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. നമ്മൾ ഇതിനായിട്ട് നമ്മുടെ വീട്ടിൽ ശിവഭഗവാന്റെ ശിവകുടുംബ ഫോട്ടോ എന്താണോ ഉള്ളത് അത് നന്നായിട്ട് തുടച്ച് അതൊക്കെ നമ്മൾ രാവിലെ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ രാവിലെ സമർപ്പിച്ച പൂക്കൾ വാടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൂക്കളൊക്കെ സമർപ്പിക്കുക. അതിൽ തന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന 3 പൂക്കൾ കിട്ടുമെന്നുണ്ടെങ്കിൽ അതെടുത്ത് വെക്കണം. അതായത് ഒന്നെങ്കിൽ മാതള നാരകത്തിൻ്റെ പൂവുണ്ടല്ലോ, ഞാനിതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇത് ഒന്നെങ്കിലും കിട്ടിയാൽ അതെടുക്കണം. പിന്നെ വേണ്ടത് ചെമ്പരത്തിപ്പൂവ്, 5 ഇതളുകളോട് കൂടിയ ചെമ്പരത്തിപ്പൂവ് എടുത്തു വെക്കുക. പിന്നെ വേണ്ടത് തെച്ചിപ്പൂവ്, നല്ല ചുമന്ന കളറിലെ തെച്ചിപ്പൂവ്. എന്താണ് ഈ 3 പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂലാധാര ചക്രത്തെ ആക്റ്റീവ് ചെയ്ത് നിർത്തി ചന്ദ്രഭഗവാനെ വശീകരിക്കാനാണ് നമ്മൾ ഈ പൂക്കൾ ഉപയോഗിക്കുന്നത്. ഈ പൂക്കളല്ല, ഈ പൂക്കളുടെ നിറം പവിഴ നിറമാണ് ഈ പൂക്കൾക്ക്, അതായത് പ്രത്യേക തരമായിട്ടുള്ള ഒരു കളറ്. അപ്പോൾ ഈ കളറ് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ പൂജ ചെയ്യാനായിട്ട് ഉപയോഗിച്ചാൽ ചന്ദ്രഭഗവാനെ നമുക്ക് വശീകരിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേണ്ടത് ഗോമതി ചക്രമാണ്. 7 ഗോമതി ചക്രം വേണം.
ഗോമതി ചക്രം നമുക്ക് ഓൺലൈനായിട്ടും നമ്മുടെ വീടിനടുത്തുള്ള പൂജാ സ്റ്റോഴ്സിലും ഒക്കെ കിട്ടും. അവിടുന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം തന്നെ ഭഗവാന്റെ ഫോട്ടോ വെച്ചു. അതിന് മുൻപിലായിട്ട് നമ്മളൊരു നെയ്ദീപം കൊളുത്തി വെക്കുന്നു. ആ കൊളുത്തി വെച്ചിരിക്കുന്നതിൻ്റെ മുൻപിലായിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സൗന്ദര്യ ലഹരിയിലെ 23-ാമത്തെ ശ്ലോകത്തെ കുറിക്കുന്ന യന്ത്രമാണ്. ആടിത്തപസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു കോലം എന്ന് പറയുന്നത്. അതായത് അർദ്ധനാരീശ്വര സങ്കല്പത്തെ സൂചിപ്പിക്കുന്നു. ഭഗവാൻ മഹാദേവൻ്റെ ഇടതുഭാഗം മാത്രമല്ല, ദേവി വലിപ്പത്തിലും പ്രകാശത്തിലും പരമശിവൻ്റെ മറുപാതിയും കൂടി അപഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ ശ്ലോകമാണ് ആടിത്തപസ്സിൽ നമ്മുടെ പൂജാമുറിയിൽ മാക്കോലമായിട്ട് വരയ്ക്കേണ്ടത്. ഇതിന് നടുക്ക് എഴുതിയിരിക്കുന്നത് സ്ഥം എന്നാണ്. ഞാനത് മലയാളത്തിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ മാക്കോലമായിട്ട് നമ്മൾ വരയ്ക്കണം. മാക്കോലം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഇതിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഈ കോലം വരയ്ക്കണം. വരച്ചതിന് മുൻപിലായിട്ട് നമ്മൾ സിൽവർ പാത്രത്തിൽ 7 ഗോമതി ചക്രം വെക്കണം. സിൽവർ പാത്രം ഏറ്റവും മസ്റ്റാണിവിടെ. അതില്ലാത്തവർക്ക് വാഴയിലെയോ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ എടുക്കാവുന്നതാണ്. ഒരു സിൽവർ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ പച്ചരി നിരത്തിയിട്ട് അതിന് മുകളിലായിട്ട് വേണം നമ്മൾ ഗോമതി ചക്രം വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഗോമതിയായിട്ടാണ് സാക്ഷാൽ ദേവിയെ നമ്മൾ ആടിത്തപസ്സിൽ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗോമതി ചക്രം എടുത്തിരിക്കുന്നത്. ശേഷം നിവേദ്യങ്ങളെല്ലാം തയ്യാറാക്കണം. നിവേദ്യം എന്ന് പറയുമ്പം പരിപ്പ് പായസമുണ്ടല്ലോ, നമ്മുടെ ചെറുപയർ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പായസം, അതേപോലെ നെയ്യപ്പം, പിന്നെ പഴത്തിൽ ഇരട്ടപ്പഴം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലക്കാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരട്ടപ്പഴം കിട്ടിയിരിക്കും. അപ്പം ഇരട്ടപ്പഴം ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ നിവേദ്യമായിട്ട് സമർപ്പിക്കാം. ഈ 3 വേണമെന്നില്ല, ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലും അത് മതിയാവും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ചു. ഇനി നമ്മൾ മന്ത്രം ചൊല്ലാൻ പോവുകയാണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അഭിരാമി അണ്ടാതി, എല്ലാവരും അത് കേട്ടിട്ടുണ്ടായിരിക്കും. അതിലെ 73-ാമത്തെ ശ്ലോകമാണിത്. ഈ ശ്ലോകം നമ്മൾ ചൊല്ലി അർച്ചന ചെയ്യണം. ഇത് ഞാനൊന്ന് ചൊല്ലി കേൾപ്പിക്കാം. താമം കടമ്പ് പടൈ പഞ്ചപാണം തനുക്കരുമ്പ് യാമം ഭൈരവർ എത്തും പൊഴുതേ യമക്കെன்று வைத்த சேமம் തിരുവടി സെങ്കൈകൾ നാങ്കൊളി ചെമ്മൈ അമ്മൈ നാമം ത്രിപുരൈ ഒன்றോട് 2 നയനങ്ങളെ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റും. ഇത് ചൊല്ലാൻ ഇനി പറ്റില്ല എന്ന് പറയുന്നവർ നിങ്ങൾ യൂട്യൂബിൽ അഭിരാമി അണ്ടാതി 73-ാമത്തെ ശ്ലോകം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. അത് കേട്ടാൽ മതി. ഇത് അർച്ചന ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ 3 പൂക്കളെ പറ്റി പറഞ്ഞല്ലോ. ഈ 3 പൂക്കളും 9 എണ്ണം വീതം കിട്ടുമെങ്കിൽ എടുക്കണം. അതായത് മാതള നാരകത്തിൻ്റെ പൂവ് 9, തെച്ചിപ്പൂവ് 9, അതേപോലെ തന്നെ ചെമ്പരത്തിപ്പൂവ് 9. അപ്പം 27 എണ്ണമാകും. ഇനി അങ്ങനെ ഞങ്ങൾക്ക് ലഭിക്കാനില്ല എന്ന് പറയുന്നവർ ഈ 3-ൽ ഏതെങ്കിലും ഒരു പൂവ് 9 എണ്ണം എടുക്കുക. അങ്ങനെ മതിയാകും. അപ്പോൾ 3 കിട്ടുന്നെങ്കിൽ 3ഉം 9 എണ്ണം വീതം, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂവ് 9 എണ്ണം എടുക്കണം. ഇപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് 9 ആയിട്ട് എടുക്കാം. അതായത് മുഴുവനായിട്ടുള്ള ചെമ്പരത്തി ആയിട്ട് 9 എണ്ണം എടുക്കാം. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ആ 5 ഇതൾ ചെമ്പരത്തിൽ നിന്ന് ഇതളുകൾ മാത്രം എടുത്താൽ 9 ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ എടുത്താലും മതി. ഇപ്പോൾ തെച്ചിപ്പൂ ആണെന്നുണ്ടെങ്കിൽ 9 എണ്ണം കിട്ടാൻ യാതൊരു പാടുമില്ല. കൊലയായിട്ടില്ലേ തെച്ചിപ്പൂ ഉണ്ടാകുന്നത്. എന്നിട്ട് നമ്മളത് അർച്ചന ചെയ്യുക. അർച്ചന ചെയ്യുമ്പം ഈ 3 പൂക്കളും 9 എണ്ണം വെച്ച് 27 എണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോന്നും നമ്മൾ മന്ത്രം ചൊല്ലി 27 പ്രാവശ്യം, അതായത് 9 മാതള നാരകത്തിൻ്റെ പൂക്കൾ ഓരോ പ്രാവശ്യവും ചൊല്ലി സമർപ്പിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു സെക്ഷൻ 9 ആയി. രണ്ടാമത്തെ സെക്ഷനിൽ തെച്ചിപ്പൂ എടുക്കണം 9 എണ്ണം, അങ്ങനെ നമ്മൾ അർച്ചന ചെയ്യുന്നു. 3ാമത് ചെമ്പരത്തിപ്പൂ എടുക്കുന്നു, അർച്ചന ചെയ്യുന്നു. ഇനി ഈ 3 പൂക്കളും കിട്ടാനില്ല, ഒരേ ഒരു പൂക്കൾ മാത്രമേ ഞങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് ചന്ദനം അരച്ച് നമ്മൾ അടുത്തായിട്ട് വെക്കണം. ചന്ദനം എന്ന് പറയുമ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടാബ്ലറ്റ് രൂപത്തിലെ ആ ചന്ദനമല്ല, ചന്ദനത്തടി കൊണ്ട് അരച്ചെടുത്ത ചന്ദനം. അതില്ല എന്നുള്ളവർക്ക് മാത്രം നമ്മുടെ ടാബ്ലറ്റ് ചന്ദനം മിക്സ് ആക്കിയിട്ട് അതിൽ മുക്കിയിട്ട് വെറും 9 പ്രാവശ്യം, അതായത് തെച്ചിപ്പൂവ് 9 എണ്ണം ഉണ്ടെങ്കിൽ അതെടുക്കുക. നമ്മുടെ അടുത്തായിട്ട് ചന്ദനം അരച്ച് വെക്കുക. ഒരു തെച്ചിപ്പൂ എടുക്കുക, ഈ മന്ത്രം ചൊല്ലുക, ചന്ദനത്തിൽ മുക്കുക, ആ ഒരു യന്ത്രത്തിന് നമ്മൾ സമർപ്പിക്കുക. ഇപ്പം ചെമ്പരത്തിപ്പൂവും തെച്ചിപ്പൂവും ഞങ്ങളുടെ കയ്യിലുണ്ട്, മിക്സ് ആക്കി എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്.
മിക്സാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പൂക്കളും 9 എണ്ണത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമാണ്. ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരൊറ്റ പൂവ് 9 എണ്ണം എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ 9 പ്രാവശ്യവും ഈ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്തു ഉള്ളൂ. ഇത് ചെയ്തതിന് ശേഷം ധൂപദീപ ആരതി എടുക്കുന്നു, നിവേദ്യം സമർപ്പിക്കുന്നു, കർപ്പൂര ആരതിയും എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വളരെയധികം ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കും. അതിനുശേഷം ആ വെച്ചിരിക്കുന്ന നിവേദ്യം കഴിച്ച് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. നമ്മൾ ഗോമതി ചക്രം വെച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ സിൽവറിലെയോ പാത്രത്തിലിട്ടിട്ട് നമുക്ക് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് വെക്കാം. അങ്ങനെ അല്ലെങ്കിൽ മഞ്ഞ കളറിലെയോ ചുമന്ന കളറിലെയോ ഒരു തുണിയിൽ കിഴിയായിട്ട് കെട്ടിയിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന സൈഡിൽ വെക്കാവുന്നതാണ്. ആ പച്ചരി പിറ്റേ ദിവസം നമ്മൾ കിളികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ട് ഫലം ലഭിച്ച് സാക്ഷാൽ ഉമാമഹേശ്വരന്മാരാണെന്ന് സങ്കല്പിച്ച് നമ്മുടെ വീടിനടുത്ത് 60 അല്ലെങ്കിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള, അതിപ്പം നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഫാദർ ഇല്ലോയോ മദർ ഇല്ലോയോ ആയാലും മതിയാവും, അവർക്ക് വസ്ത്രം, സാരി, ഷർട്ടും മുണ്ടും, അതിൽ മുല്ലപ്പൂവ്, അതേപോലെ ജാതിക്കാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ച ഒരു പാക്കറ്റ്, ഇതെല്ലാം കൂടി ഒന്നിച്ചാക്കി നമുക്ക് അവർക്കും സമർപ്പിക്കാവുന്നതാണ്. അവരുടെ അനുഗ്രഹം നമ്മൾ മേടിക്കണം. ഇനി നമുക്ക് അങ്ങനെ കൊടുക്കാൻ ആരുമില്ലെങ്കിൽ വീടിനടുത്ത് ശിവപാർവതി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ കൊടുത്താൽ മതി. അപ്പം നീല കളറിലെ പട്ടും ചുമന്ന കളറിലെ പട്ടും മുല്ലപ്പൂവും പിന്നെ മഞ്ഞൾപ്പൊടിയും ജാതിക്കായും കൂടെ പൊടിച്ചൊന്നിച്ച് മിക്സാക്കിയതും ഒരു 101 രൂപയോ 501 രൂപയോ അല്ലെങ്കിൽ 51 രൂപയോ 21 രൂപ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കാണിക്കായിട്ട് വെച്ചിട്ട് സാക്ഷാൽ ഉമാമഹേശ്വരന്മാർക്ക് തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ അർച്ചന ചെയ്ത പുഷ്പങ്ങൾ, അതിൽ 3 പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് 3ഉം നമ്മൾ അന്ന് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ അത് നന്നായിട്ട് പിഴിഞ്ഞ് ചാറായിട്ടെടുത്തിട്ട് അതിൽ നമ്മൾ കുളിക്കണം. അത് നമുക്ക് സർവ്വ കടാക്ഷവും ചന്ദ്രഭഗവാന്റെ ഫുൾ വശ്യവും ലഭിക്കുന്ന കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ ചൊവ്വാഴ്ച, കർക്കിടക മാസത്തിലെ 2ാമത്തെ ചൊവ്വാഴ്ച മറക്കാതെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാവും. നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ എത്ര വലിയ ദോഷങ്ങൾ കാരണം വിവാഹം നടക്കാത്തവരാണെങ്കിലും ഈ ഒരു കാര്യം ഫോളോ ചെയ്താൽ ഫലം ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ.